അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തൊണ്ടക്കൊന്നും വയ്യ. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് അത്ര വലിയ ഉഷാറില്ല. ബട്ട് ഞാൻ ഇപ്പോൾ രാവിലെ നീറ്റിക്ക് കേട്ടോ. ഇന്ന് എനിക്ക് ശരിക്കും ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. പക്ഷെ ഞാനിന്ന് സിക്ക് ലീവ് കൊടുത്തു. കാരണം എനിക്ക് തീരെ വയ്യ മീൻസ് ഞാൻ ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലാതായി, മെൻ്റലി ഞാൻ ഓക്കെ അല്ലാതായി. തലക്ക് ഭ്രാന്തായി എന്നല്ലാത്ത ഉദ്ദേശിച്ചത്. എനിക്ക് ഒരു റെസ്റ്റ് വേണമെന്ന് വിചാരിച്ചു. മീൻസ് എന്താ പറയുക, ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്, കൂടെ യൂട്യൂബും ചെയ്യുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പറ്റാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്നാമത് എൻ്റെ ബോഡിക്ക് വയ്യ. കാരണം എനിക്ക് വെള്ളം കുടിക്കൽ ഭയങ്കര കുറവായ കാരണം കൊണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്. അത് പുറത്തേക്ക് വന്നിട്ടില്ല, പക്ഷേ ഞാൻ വെള്ളം കുടിക്കാത്ത കാരണം കൊണ്ട് എനിക്കറിയാം നല്ല ഊരവേദന ഒക്കെ ഉണ്ട്. അപ്പോൾ പനിക്കണമുണ്ട്, എനിക്ക് ഉള്ളിൽ ഭയങ്കര പനിയാണ്. അപ്പം നമ്മളിത് പനിയാണ്, തലവേദനയാണ്, സിക്ക് ലീവ് ആണെന്ന് പറയുമ്പോൾ നമ്മളോട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും. പക്ഷെ നമ്മൾ ഈ മൂത്രക്കടച്ചിലായിട്ട് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ട് വെള്ളം കുടിക്കാതെ വരുന്ന പനിക്കൊക്കെ ഞാൻ എന്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാനാന്ന് വിചാരിച്ച് ഞാൻ സിക്ക് ലീവ് ഞാൻ ചോദിക്കാറില്ല. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വെയ്ക്കണില്ല, എൻ്റെ ബോഡിക്കും തീരെ വയ്യ. അതിൻ്റെ കൂടെ 2 പണിയും കൂടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കവും കറക്റ്റായി വരുന്നില്ല. അപ്പോൾ ഈ 2 പണിയും കൂടി എടുക്കുന്ന കാരണം കൊണ്ട് എനിക്ക് പറ്റണില്ല. അപ്പോൾ എനിക്കൊരു സിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സിക്ക് ലീവ് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്രൂവൽ കിട്ടിയോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും എനിക്കിന്ന് പോകാൻ വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി. ഞാൻ റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കോ ഇല്ല എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് പറയണം എന്ന് തോന്നിയിട്ടോ. ഞാൻ തമിഴിൽ കൊടുത്തിട്ടില്ലേ, എനിക്ക് ശരിക്കും ഇപ്പം മനസ്സിലായി ഓരോ കാര്യങ്ങൾ എന്നുള്ള സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ അത് എനിക്ക് പറയണം എന്ന് തോന്നിയിട്ട് എനിക്ക് ആരുടെയൊക്കെ പറയണമല്ലോ. അപ്പം നിങ്ങളോട് തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നീട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കോൺഫ്ലാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്താലോ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പൈസ ചിലവാക്കാനൊക്കെ തോന്നും. അപ്പോൾ പൈസ ചിലവാക്കിയാലും പിന്നീട് ഞാൻ ഇവിടെ കിടന്ന് മുട്ടും. അപ്പോൾ മുട്ടുന്നുള്ള കാരണം കൊണ്ട് ഞാൻ പൈസ ചിലവാക്കാതെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഈത്തപ്പഴം പാലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജ്യൂസ് കഴിക്കുക, കോൺഫ്ലാക്സ് ഇരിക്കുന്നുണ്ട്. ഞാൻ പാൽപ്പൊടി മേടിച്ചതാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കോൺഫ്ലാക്സ് ഉണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പിടിച്ച് നിർത്തിയിരിക്കണം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റും തീർക്കട്ടെ. അല്ലെങ്കിൽ പറയാൻ തീരെ എനർജി ഉണ്ടാവില്ല. ഞാൻ ആദ്യം അതൊന്നും ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കട്ടെ. ഞാൻ കമൻറ്റ് കണ്ടിരുന്നു, ഇനിയിപ്പോൾ എപ്പോഴും ഈ അകാരൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ കാണേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ 2 എണ്ണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ അകാരൻ്റെ വേറെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ബ്രഷ് ഇരിക്കുന്നുണ്ട് അകാരൻ്റെ, അങ്ങനെ കുറച്ച് സാധനം കൂടി അകാരൻ്റെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം അത് ഞാൻ ഡെയിലി ബേസ് ഞാൻ ബ്രഷ് യൂസ് ആക്കുന്നത്, ബാക്കി സാധനം ഡെയിലി ബേസ് ഞാൻ യൂസ് ആക്കുന്നില്ല. ഇപ്പം എൻ്റെ അടുത്ത് അകാരൻ്റെ ചട്ടി വയ്ക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ചട്ടി അകാരൻ്റെ ചട്ടിയാണ്. പക്ഷെ ഞാൻ അതൊന്നും പറയാതെ ഇത് പറയുന്നത് വെച്ചാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം നല്ല അടിപൊളി സാധനമായ കാരണം കൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ഈ അകാരൻ്റെ ജ്യൂസർ ബ്ലെൻഡറിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതാകുമ്പോൾ സുഖമാണ്, കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ സുഖമായ കാരണം കൊണ്ട് വളരെയധികം സുഖമാണ്. അപ്പോൾ ഞാൻ അകാരം ഇതിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഞാൻ പാൽപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈത്തപ്പഴം പാൽപ്പൊടി ഇട്ട് വെച്ചു. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തണുത്ത പാലായിരുന്നു വേണ്ടിയെന്ന് വെച്ചാൽ തണുത്ത പാലില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. തണുപ്പിച്ച വെള്ളം അത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ട് ഗ്ലാസ് പോയി എനിക്ക് മടിയാട്ടോ. ഞാൻ അപ്പോൾ കുറച്ച് വെള്ളം കൂടി, ഈ വെള്ളം കുറച്ചിട്ട് അടിക്കണം. സോ ഗൈസ്, നമ്മൾ ചായ കുടിയോ ചെറുതായിട്ട് വിശപ്പകറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങളിലോട്ട് കടക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ അങ്ങനെ വലുതായിട്ട് ഒരുപാട് ബോറടിപ്പിക്കുന്ന രീതിക്ക് ഞാൻ പറയുന്നില്ല. കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, പപ്പ വേറെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കായിട്ട് ഫാമിലി എന്ന് പറയാനില്ല. ഇപ്പം നമ്മളെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ, മമ്മ, പപ്പ, സൈമൻ, അതാണല്ലോ ഞങ്ങളെ ഫാമിലി എന്ന് പറയണത്. ഒരു ജോയിൻറ്റ് ഫാമിലി വേറെ, നമ്മളെ ഫാമിലി വേറെ, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു ഫാമിലി ലൈഫ് ഞങ്ങൾക്കില്ല. കുറേ കാലമായിട്ട് അതില്ല. ഞങ്ങൾ കുറേ കാലമായിട്ട് ഒപ്പം നിൽക്കുന്നുണ്ടായാലും അതിൻ്റെ ഒരു നമുക്ക് ഫീൽ ആവണമല്ലോ. ഭയങ്കര നമുക്ക് ചിരി കളി തമാശ, എപ്പോഴും ചിരി കളി തമാശ എന്നല്ല, ചില സമയത്തൊക്കെ ചിരി കളി തമാശ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ ഫാമിലിനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുമ്പോഴാണല്ലോ നമ്മളെ ഫാമിലി ആവണത്. അപ്പം അങ്ങനൊരു സംഭവം ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക്
നമ്മളെ ഫാമിലി ആയിട്ടുള്ളൊരു സംഭവം അതില്ല, ആ ഒരു സംഭവമല്ല. അപ്പോൾ ഞങ്ങൾ ഒറ്റക്കായ കാരണം കൊണ്ട് ചില സമയത്ത് മമ്മ അങ്ങനെ പറയും, ചില സമയത്ത് മമ്മ കരയും, ചില സമയത്ത് മമ്മ കരഞ്ഞിട്ട് മമ്മ അങ്ങനെ പറയും, എനിക്ക് മൊത്തത്തിൽ നോക്കാൻ വയ്ക്കണില്ല, എനിക്ക് ആകെ പ്രഷറാവുന്നുണ്ടെന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, എന്താ മൊത്തത്തിൽ ഇത്ര നോക്കാനുള്ളത്, എന്താ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണ കാര്യമല്ലേ, യൂട്യൂബ് വീഡിയോ ചെയ്യണം. എല്ലാവരും ചിന്തിക്കണ പോലെ ഞാനും ചിന്തിക്കും ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. കാരണം ഞാൻ അന്ന് വീട്ടിലിരുന്നിട്ട് ആ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയത് ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ. ചില സമയങ്ങളിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ, എൻ്റെ പൈസ കൊണ്ട് അത്യാവശ്യമല്ല. അപ്പം അങ്ങനെ ഞാനൊക്കെ എന്താ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇത്ര പ്രഷർ എന്താണ്, യൂട്യൂബ് വീഡിയോ എടുക്കാനല്ല, ഇടയ്ക്ക് എടുത്താൽ പോരാ, അങ്ങനെ ഡെയിലി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു സംഭവം നോക്കണ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അവിടുത്തെ ഡ്യൂട്ടിക്കും പോകണം, ഇവിടെ യൂട്യൂബ് വീഡിയോയും ചെയ്യണം എന്നുള്ള സാധനം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ 2 ഡ്യൂട്ടി ഒപ്പം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ ഞാൻ സമ്മതിച്ച ആൾക്കാരാണ്. വേറെ കാര്യം, ഇവിടെ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് വരുന്നു. അപ്പോൾ എനിക്കത് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയായിട്ടല്ല, പക്ഷെ നമ്മൾ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ അത് കാരണം കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ യൂട്യൂബിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പിന്നെ നമ്മളെ കയ്യിൽ ഒരു പൈസ വന്നാൽ, നമ്മളെ കയ്യിൽ ഇത്ര പൈസ വന്നാൽ ആ പൈസ പിന്നെ നമ്മളെ കയ്യിൽ കിട്ടാതാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് ആ സംഭവം തോന്നുന്നു. കാരണം ഞാൻ മാത്രമല്ല മനുഷ്യരല്ല, എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. പക്ഷെ എനിക്ക് ഫീലായ കാര്യമേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ആ പൈസ ഞാൻ ഉണ്ടാക്കിയ ആ പൈസ അത്രയും പൈസക്ക് അടുത്ത സമയം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ചില സമയത്തൊക്കെ നെട്ടി നീക്കും. ഇപ്പം എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ 6 മണിക്കൊക്കെ നീക്കും. എന്നിട്ട് ആഫ്റ്റർനൂൺ ഷിഫ്റ്റുള്ള ആൾക്കാർ സാധാരണ ഒരു 10-11 മണിക്കൊക്കെ നീക്കുള്ളൂ. പക്ഷെ ഞാൻ ഒരു 5:30-6 മണിയാകുമ്പോൾ ഞാൻ കണ്ണുറക്കാറിയാം. എന്നിട്ട് അയ്യോ പൈസ ഇല്ലല്ലോ, ഇന്നിപ്പോൾ എന്താ വീഡിയോ ഇടുക, അങ്ങനെ ആ ചിന്ത വരും എനിക്ക് കിട്ടും. കാരണം ആ പൈസ വേണം, എനിക്ക് പൈസ വേണേനും. കാരണം നമ്മൾ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടോ, എത്ര ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള നമുക്ക് ഇപ്പുറത്ത് പണികൾ വരികയും ചെയ്യുമല്ലോ. അത് പിന്നെ ഒരു തിയറട്ടിക്കൽ കാര്യമായ കാരണം കൊണ്ട് പ്രശ്നമല്ല. അപ്പോൾ ആ പൈസ വേണം എനിക്ക്. അപ്പം അത് ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ വേവലാതി വേറെ. പിന്നെ തൊണ്ടക്ക് തീരെ വയ്യാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബോഡിക്ക് തീരെ വയ്യ, എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയ കാരണം കൊണ്ട്. സത്യം പറഞ്ഞാൽ 2 റീല് കണ്ടിരുന്നു. നമ്മൾ സിക്ക് ലീവ് ചോദിക്കുന്ന സമയത്ത്, ഈ കമ്പനിയിലൊക്കെ നമുക്ക് വയ്യ സിക്ക് ലീവ് ചോദിക്കുന്ന സമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, ആ സർട്ടിഫിക്കറ്റ് വേണം, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിക്ക് ലീവ് എടുക്കണ്ട, അങ്ങോട്ട് വരാമെന്ന് പറയാൻ തോന്നും. കാരണം നമ്മൾ ഇപ്പം നോർമൽ ഒരു മനുഷ്യന് ഒരു പനി വന്നാൽ നമുക്ക് ഭയങ്കര പനി വന്നാൽ നമ്മൾ അത്ര പെട്ടെന്ന് ഡോക്ടർക്ക് ഓടില്ല. ഞങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഡോക്ടർക്ക് ഓടാറില്ല. ഞങ്ങൾ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഗുളികയൊക്കെ കുടിച്ച്, എപ്പോഴും പാരസെറ്റമോൾ ആണല്ലോ പനി വന്നാൽ കുടിക്കുന്ന സാധനം, അത് കുടിച്ച് നമ്മൾ കഞ്ഞി കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഡോക്ടർക്ക് പോകുക. അല്ലാതെ ഇപ്പം ഞാൻ അവിടെ ഈ കെടുക്കണ, ഇപ്പോൾ എനിക്ക് പനിയായിട്ട് 2 ദിവസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കെടുക്കണ വൈക്കേ ഡോക്ടർക്ക് ഓടി അവിടെ ഞാൻ പൈസ കൊടുക്കണ്ടേ. അപ്പം നമ്മൾ ഒരു 2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറുമോ? റെസ്റ്റ് എടുക്കാത്ത കാരണം കൊണ്ടാണോ പനി വരുന്നതൊക്കെ വിചാരിച്ചാൽ നമ്മൾ റെസ്റ്റ് എടുത്ത് ഒന്ന് സെറ്റായില്ല എന്നുണ്ടെങ്കിലേ ഡോക്ടർക്ക് പോകുള്ളൂ. അപ്പം അതിനായിട്ടുള്ള 2 ദിവസം ലീവ്, ഒരു ദിവസമുള്ള സിക്ക് ലീവൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് തരാൻ വയ്ക്കൂല. അവരെ സാലറി കട്ടാവണ പോലെയാണ് നമ്മളോട് സംസാരിക്കട്ടോ. അത് അവർ നമ്മളോട് കുറേ അങ്ങനെ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയും. അവസാനം നമ്മൾ ആ എന്ന് പറയും. അപ്പം അങ്ങനെ ആയിട്ട് ഞാൻ സിക്ക് ലീവ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം സിക്ക് ലീവ് ഞാൻ ഒരു വട്ടമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ സിക്ക് ലീവ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്നും എനിക്ക് വരാൻ വയ്യ, കാരണം എനിക്ക് മെൻ്റലിയും വയ്യ, ഞാൻ ഫിസിക്കലി ഓക്കെ അല്ല. കാരണം ഇന്നലെയൊക്കെ അറിയാതെ കരച്ചിൽ വന്നിട്ട് ഞാൻ ഫുള്ളിരുന്ന് കരയുന്നു. കാരണം നമുക്ക് എന്താ പറയുക, എനിക്ക് ഒന്നാമത് പീരീഡ്സ് ആവാനായ സമയമാകുമ്പോൾ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് വെറുതെ കരച്ചിൽ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ ഫാമിലി ഇല്ലാതെ നമ്മൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ചില സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കട്ടെ. എല്ലാവരും ആലോചിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ചില സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കും. അതായത് ഇപ്പോൾ എനിക്കൊരു നല്ല ഫാമിലി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളെല്ലാവരും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചോ, പപ്പ ജോലി ചെയ്യണം, അമ്മ ജോലി ചെയ്യണം, ഞാൻ ജോലി ചെയ്യണമെന്ന് വിചാരിച്ച അപ്പോൾ ഒക്കെ നമുക്ക് ഓക്കെ. അപ്പുറത്തൊരു നമ്മൾ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ബേർഡൻ നമുക്ക് വരും എന്നുള്ളത് അതുണ്ട്. അതല്ലാതെ നമുക്ക് 3 ആളും നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ജോളിയായിട്ട് ജോലി ചെയ്യാൻ പറ്റും. നമുക്കങ്ങനെ ഭയങ്കര പ്രഷർ അടിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ ഇതും പ്രഷറല്ല കേട്ടോ, ഒരിക്കലും പ്രഷറല്ല. ഒരിക്കലും മമ്മ എന്നോട് ഇത്ര പൈസ ഉണ്ടാക്കിയിട്ട് വരണം, അത്ര പൈസ ഉണ്ടാക്കിയിട്ട് തരണം അങ്ങനെ പറയാറില്ല. മമ്മ എപ്പോഴും പറയാറിനോട് ഈ എനിക്ക് പറ്റണ കാര്യം ചെയ്യും, ഈ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക്, അതായത് മമ്മനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം
ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഹസ്ബൻഡാണ് നമുക്ക് നമ്മളെ കൂടെ ഉണ്ടാവുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുക എന്നുള്ള തരത്തിൽ അത് അവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് മമ്മ ഫുൾ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ അടുത്തു നിന്നാണ്. കാരണം ഞാനാണല്ലോ അവിടെ മൂത്ത ആളായിട്ട് നിൽക്കുന്നത്, 22 വയസ്സായിട്ട് നിൽക്കുന്നത് ഞാനാണല്ലോ. സായ്മോനിപ്പോൾ നമ്മൾ സപ്പോർട്ടായിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല, സായ്മോന് സപ്പോർട്ടാണ്. കാരണം അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ആയിട്ട് അവന് പറ്റുന്ന കാര്യങ്ങൾ അവന് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫിനാൻഷ്യലി ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെയാണ് മമ്മ ആ ഒരു താങ്ങായിട്ട് കാണുന്നത്. അപ്പോൾ ആ താങ്ങായിട്ട് ഞാൻ നിൽക്കാത്തപ്പോൾ മമ്മക്ക് വരുന്ന സങ്കടമാണ് മമ്മ എന്നോട് പറയാറില്ല. മമ്മ എന്നോട് ഇജെന്തോ 1 ലക്ഷം ഉണ്ടാക്കാത്ത 2 ലക്ഷം ഉണ്ടാക്കാത്ത എന്താ പൈസ എന്താ തരാത്ത അങ്ങനെ ചോദിക്കാറില്ല, ഒരിക്കലും ചോദിക്കാറില്ല. ഇപ്പോൾ പോലും ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ മമ്മ എനിക്കൊരു 1000 രൂപ വേണം, എനിക്ക് തരുമോ, ഞാൻ ഫുഡ് മേടിച്ച് കഴിക്കട്ടെ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് പക്ഷേ എനിക്കത് റെൻറ്റ് കൊടുക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മ എനിക്ക് ഓക്കെ അയച്ചു തന്നു. ആൾക്കും ഞാനിവിടെ നിന്ന് കഷ്ടപ്പെടുന്നതിൽ സങ്കടമുണ്ട്. അതായത് എന്നോട് റിസൈൻ ഇട്ട് തിരിച്ചു പോരാ, നമുക്ക് യൂട്യൂബ് മാത്രം നോക്കി നിൽക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കും. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നപ്പോൾ ഞാൻ അമ്മനെ വിളിച്ചില്ല. കാരണം അമ്മ ആ കരച്ചിൽ കേട്ട സ്പോട്ട് എന്നോട് തിരിച്ചു പോരാന്നൊക്കെ പറയും. അപ്പോൾ നമ്മളങ്ങനെ പിന്മാറാൻ പാടില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്മാറാൻ പാടില്ല. ഇതിപ്പോൾ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആയ കാരണം കൊണ്ട് എനിക്ക് സങ്കടം വരുന്നുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും എനിക്ക് സങ്കടം വരാറില്ല. പക്ഷേ ഇതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നുപോയി. അപ്പോൾ നമുക്കുണ്ടാവുമല്ലോ, ഇപ്പം മമ്മ പറയും കുറേ, ഞാൻ പറഞ്ഞല്ലോ മമ്മ പറയും കുറേ എനിക്ക് ഒക്കെ കൂടിയായിട്ട് നടക്കണില്ല എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവേണ്ട എന്താണ് മമ്മ ഉദ്ദേശിച്ചത്, ആ പ്രഷർ എന്താണ് മമ്മ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. മമ്മൻ്റെ അത്ര പ്രഷർ പോലും എനിക്കില്ല. പക്ഷെ അത് അത് എനിക്ക് അനുഭവിച്ചപ്പോൾ അത് മനസ്സിലായി. കാരണം മമ്മ തമാശ കാണൽ ഇടക്ക് പറയും അനക്കിത് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ എനിക്കിത് മമ്മത് കാണും, മമ്മ എന്തായാലും കാണും. അപ്പോൾ ഇപ്പോൾ എനിക്കിത് മനസ്സിലായി, എനിക്ക് എന്തായാലും മനസ്സിലായി ഇപ്പം എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കേട്ടിരുന്ന ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ടാവേ, കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ ഫീലിങ്സ് ആണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗാർഡിയൻ, നമ്മളൊരു ഗാർഡിയൻ നമ്മളെ നല്ല രീതിക്ക് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കാണാൻ പാടില്ല. കാരണം അവരത്രയും കഷ്ടപ്പെട്ടിട്ടാവും നോക്കുന്നുണ്ടാവുക. ഇപ്പോൾ എൻ്റെ മമ്മ നോക്കണ പോലെ, മമ്മ എന്ന് പറയുമ്പോൾ മമ്മ പണ്ടൊക്കെ ഞാൻ അമ്മ ഭയങ്കരമായിട്ട് ചൂടാവും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് മമ്മനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് ഞാൻ മമ്മനോട് ഓപ്പണായിട്ട് പറയാറുണ്ട്. പണ്ടൊക്കെ മമ്മനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ പണ്ട് അതേപോലെ എനിക്ക് മമ്മന് തീരെ ഇഷ്ടമായില്ല, എപ്പോഴും ചീത്ത അറിയാം, അടിക്കും, പഠിക്ക് എന്ന് പറയുന്ന കാരണം കൊണ്ട് എനിക്ക് മമ്മനെ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇന്നെ മാത്രമല്ല സായ്മോൻ നല്ലപോലെ നോക്കണം മമ്മ മാത്രമാണ്. അപ്പോൾ മമ്മനോട് ഞാൻ തല്ലൂടാറുണ്ട്, ചീത്ത പറയാറുണ്ട്. നമ്മൾ കോമഡിക്ക് നമ്മളെ എന്താണ് ഇപ്പാനോടും ഉമ്മാനോടൊക്കെ തല്ലൂടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നമ്മളെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായത്. കാരണം ജോലി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൈസ വേണം. ഇപ്പോൾ നമ്മളെക്കാട്ടിക്ക് മുതിർന്ന ആൾക്കാർക്ക് ആ കുടുംബം നോക്കാൻ വേണ്ടി ആ പൈസ വേണമെന്നായിരിക്കും. നമുക്കങ്ങനെ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ എനിക്കെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സ്കൂട്ടി എടുത്ത് EMI ഉണ്ടായിരുന്നു, ഫോൺ എടുത്ത് EMI ഉണ്ടായിരുന്നു, ഇതൊക്കെ അടക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ അടുത്ത സാധനം അടക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഒക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് ഇത്ര ഇടങ്ങേറ്. അപ്പോൾ ഒരു കുടുംബം മൊത്തം നോക്കണം എന്നുള്ളൊരു മനുഷ്യൻ ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ആലോചിക്കും. ഞങ്ങൾ എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 20,000 രൂപ സാലറി, 15 രൂപ സാലറി അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അവരൊക്കെ എങ്ങനെയാണ് ഈ കുടുംബത്തിനെ നോക്കണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടാറില്ല കേട്ടോ. ഒരു പിടുത്തവും കിട്ടാറില്ല എനിക്ക്. അപ്പോൾ അവരും ഇതേപോലെ സ്ട്രഗിൾ ചെയ്ത് കുട്ടികളൊന്നും അറിയിക്കാതൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും നമ്മളെ ഭയങ്കര നോക്കണം നമ്മളൊരു ഗാർഡിയനെ നമ്മൾ അങ്ങനെ വില കുറച്ച് കാണാൻ പാടില്ല എന്നുള്ളത് എനിക്ക് പണ്ടും അറിയായിരുന്നു, കഷ്ടപ്പെടുന്ന കാണും. പക്ഷെ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് അറിയണ കാരണം ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് ഞാനത് മനസ്സിലാക്കണം. കാരണം നമ്മളെ നോക്കണ ഗാർഡിയനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് മമ്മ മാത്രമല്ല ഒരു പപ്പിയും നല്ല പോലെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ജോളി എൻജോയ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അതെനിക്കൊരു ജോലി പോലത്തെ സംഭവമായി. ഞാൻ എൻജോയ് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി ഓക്കെ, പക്ഷേ യൂട്യൂബ് എനിക്ക് ഭയങ്കര ജോളിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇത് പോകും. അപ്പോൾ ഞാൻ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ സിക്ക് ലീവ് എടുത്തിട്ട് ഇന്ന് എനിക്കൊന്ന് വെറുതെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. എനിക്ക് ഇത്ര മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് ഇത്ര പറയാനുള്ളത്, അതായത് നമ്മളെ ഗാർഡിയൻ ഒരിക്കലും നമ്മളെ വില കുറച്ച് കാണരുത്. പിന്നെ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ
ക്യാമറയുടെ മുന്നിൽ ഇത് കുറേ കരഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ ചില സമയത്ത് കരയുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മളെ ഫീലിംഗ് മനസ്സിലാവും, ചില ആൾക്കാർ വിചാരിക്കും ഓ ഓള് കണ്ടന്റ് റീച്ച് കിട്ടാൻ വേണ്ടി കരയണമെന്നൊക്കെ വിചാരിക്കും. ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻ്റെ റിയൽ ലൈഫ്, എൻ്റെ റിയൽ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ ഇരിക്കണം, ഞാൻ റിയലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലായാലും ഞാൻ ഇതുവരായിട്ട് ഞാൻ ആരെ മുന്നിലും കരഞ്ഞിട്ടില്ല. മീൻസ് ഞാൻ എൻ്റെ സങ്കടം പറയാൻ വേണ്ടിയിട്ട്, ലൈക്ക് എനിക്ക് ആ സിമ്പതി കിട്ടാൻ വേണ്ടി ഞാൻ ആരെ മുന്നിലും കരഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇത്രയും ഉറക്ക വർത്താനം പറയണം എന്താ വെച്ചാൽ ഇവിടെ ആരുമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇത്ര ഉറക്കെ വർത്താനം പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ചൊന്ന് മുക്കിലേക്ക് മാറി നിന്ന് ആരും കേൾക്കാത്ത തരത്തിലൊക്കെ പറയുള്ളൂ കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല, ഇവിടുത്തെ ആർക്കും അറിയില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആർക്കും അറിയില്ല ഞങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നുള്ള കാര്യം. അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ മനസ്സിലാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത്. എനിക്കെന്തോ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഞാൻ ഒരു ബന്ധമില്ലാത്ത കാര്യമാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തൊക്കെയോ ഞാൻ പറഞ്ഞുണ്ടാക്കി. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയണം തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഇതേപോലെ സങ്കടപ്പെട്ടിട്ടുള്ള അല്ലാത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.